നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. 11th ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഇയറിലെ 11ാമത്തെ ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻ. ഇപ്പൊ ഈ പേരിൽ തന്നെ ഉണ്ട്, സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ടാക്കി എടുക്കുന്ന ഒരു പാർട്ടാണ് സെക്ഷൻ. കോണിക് സെക്ഷൻ നിങ്ങൾ കോൺ കേട്ടിട്ടുണ്ടാവും. കോണിന്റെ സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 4 കേർവ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സർക്കിൾ, പാരബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. സർക്കിൾ, പാരബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ഇതിൽ നിങ്ങൾക്ക് സർക്കിൾ വളരെ പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ പഠിച്ച ഒരു കേർവാണ് സർക്കിൾ. അപ്പൊ ഈ 4 കേർവ്സിന്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. സർക്കിൾ ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു കേർവാണ് സർക്കിൾ. പിന്നെ എലിപ്സ്, വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? ഗ്രാഫ് കാണുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. സർക്കിളും എലിപ്സും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പാരബോള ആൻഡ് ഹൈപ്പർബോള. പാരബോള 4 ടൈപ്പ് പാരബോള ഉണ്ട്. എലിപ്സ് 2 ടൈപ്പ് ഉണ്ട്. ഈ മേജർ ആക്സിസ് എക്സ് ആക്സിൽ വരുന്ന എലിപ്സും മേജർ ആക്സിസ് വൈ ആക്സിസിൽ വരുന്ന എലിപ്സ്, 2 ടൈപ്പ് എലിപ്സ് ഉണ്ട്. അതുപോലെ ഈ പാരബോള 4 ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സിമെട്രി ഈ ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്, ഈ ഭാഗത്തേക്കാണ് തുറന്നിരിക്കുന്നത്. അത് നേരെ തിരിച്ചും വരാം, മുകളിലോട്ടും വരാം, താഴെ ഭാഗത്തേക്കും വരാം. അപ്പൊ 4 ടൈപ്പ് പാരബോള ഉണ്ട്. ഹൈപ്പർബോള 2 ടൈപ്പാണ്. എബൌട്ട് എക്സ് ആക്സിസ്, എബൌട്ട് വൈ ആക്സിസ്. 2 ടൈപ്പ് ഹൈപ്പർബോള നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരബോള ആണ്. അതിനേക്കാളും മുന്നേ ഈ കോണിക് സെക്ഷൻ എന്താന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കോണാണിത് അല്ലെ? പക്ഷെ ഇവിടെ 2 കോണുണ്ട്. ഡബിൾ നാപ്ഡ് കോണാണിത്. മുകളിലോട്ട് ഒരു കോണുണ്ട്, താഴെ ഭാഗത്തേക്കും ഒരു കോണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ കോണിനെ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഈ കോണിനെ, മുകളിലിരിക്കുന്ന ഒരു കോണിനെ പ്ലെയിന് വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഈ കട്ട് ചെയ്യുന്ന പ്ലെയിനും ഈ കോണിന്റെ ആക്സിസും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സർക്കിൾ കിട്ടും. ഇവിടെ നോക്കൂ, ഞാനിത് 2 ഡയമെൻഷനിൽ വരച്ചൊരു ഫിഗറാണ്. നേരത്തെ കാണിച്ചത് 3 ഡയമെൻഷൻ ആണ്, ഇത് 2 ഡയമെൻഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഈ ലൈനിനെ നമ്മൾ പറയുന്നത് ആക്സിസ് ആണ്, ആക്സിസ് ഓഫ് കോൺ. ഇത് പ്ലെയിൻ ആണ്, ഇവിടെ ഉണ്ട് പ്ലെയിൻ ആണ്. ഈ ലൈനിനെ വിളിക്കുന്നത് ജനറേറ്റർ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ജനറേറ്റർ ലൈനിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോണ് കിട്ടും. അതുകൊണ്ടാണ് ഈ ലൈനിനെ വിളിക്കുന്നത് ജനറേറ്റർ. ഇവിടെ ഇരിക്കുന്ന ഈ ലൈൻ ആക്സിസ് ആണ്. ഈ ആക്സിസും ജനറേറ്ററും തമ്മിലുള്ള ആംഗിൾ, ഈ ആംഗിൾ ആൽഫയാണ്. പ്ലെയിനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ ബീറ്റയാണ്. ഒരു കോണിനെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷൻസ് ആണ് കോണിക് സെക്ഷൻസ്. ഓക്കെ, ഒരു കോണിനെ, ഇവിടെ ഇരിക്കുന്ന ഈ മുകളിലിരിക്കുന്ന ഈ കോണിനെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ക്യാരറ്റ് കണ്ടിട്ടില്ലേ? ക്യാരറ്റ് അത് ഏകദേശം കോണിനെ പോലെയാണ് ഇരിക്കുന്നത്. ആ ക്യാരറ്റിനെ ഒരു മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണം. ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്യാരറ്റിന്റെ മുകൾ ഭാഗം സർക്കിൾ ആയിട്ട് കിട്ടും. അതേസമയം ഞാൻ ആ ക്യാരറ്റിനെ നമ്മുടെ ബ്ലേഡ് കുറച്ച് ക്രോസ് ചെയ്തിട്ട്, ഇപ്പൊ ഈ പ്ലെയിൻ വെച്ചിരിക്കുന്ന പോലെ ക്രോസ് ആക്കിയിട്ട് വെച്ച് കട്ട് ചെയ്താൽ എനിക്ക് അവിടെ സർക്കിൾ കിട്ടൂല, എലിപ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ കോണിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷൻസ് ആണ് കോണിക് സെക്ഷൻ. ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ ഈ കോണിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ, ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എടുക്കുമ്പോഴാണ് നമുക്ക് സർക്കിൾ കിട്ടുന്നത്. ബീറ്റ എന്ന് പറയുമ്പോൾ ഈ ആക്സിസും പ്ലെയിനും തമ്മിൽ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ആംഗിൾ ആണ് ബീറ്റ. പ്ലെയിനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ ബീറ്റ 90 ഡിഗ്രി ആകുന്ന സമയത്ത് നമുക്ക് സർക്കിൾ കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ആൽഫ 40 ഡിഗ്രി, ബീറ്റ 40 ഡിഗ്രി. അതായത് ആൽഫ ഈക്വൽ ടു ബീറ്റ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ ആണ് പാരബോള. പ്ലെയിൻ ഇതുപോലെ വരും. ആൽഫ ഈക്വൽ ടു ബീറ്റ ആയി കഴിഞ്ഞാൽ, ആൽഫ ഈക്വൽ ടു ബീറ്റ, ഈ 2 ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ ആണ് പാരബോള. ഇവിടെ ആൽഫ 25 ഡിഗ്രി, ബീറ്റ 40 ഡിഗ്രി. അതായത് ആൽഫ ലെസ് ദാൻ ബീറ്റ ആൻഡ് ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ, ആൽഫ ലെസ് ദാൻ ബീറ്റ ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി, ഇങ്ങനെ വന്നാൽ കിട്ടുന്ന കേർവാണ് എലിപ്സ്. നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ, പ്ലെയിനും ആക്സും തമ്മിലുള്ള ആംഗിൾ ബീറ്റയാണ്.
ജനറേറ്ററും ആക്സും തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കേർവ് എലിപ്സ് ആണ്. ആൽഫ 50 ഡിഗ്രി ബീറ്റ 40 ഡിഗ്രി, ദാറ്റ് ഇസ് ബീറ്റ ലെസ് ദാൻ ആൽഫ ആയി കഴിഞ്ഞാൽ ബീറ്റ ലെസ് ദാൻ ആൽഫ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കേർവ് ആണ് ഹൈപ്പർബോള. ഇതുപോലെ ഇങ്ങനെയും വരാം. തൊട്ട് മുന്നേ ഞാൻ ഗ്രാഫിൽ വരച്ച പോലെ നേരെ തിരിച്ച് എക്സ് ആക്സിസ് അതുപോലെയും വരാം. രണ്ട് ടൈപ്പ് ഹൈപ്പർബോള ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പർബോളയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരേണ്ട കണ്ടീഷൻ ബീറ്റ ലെസ് ദാൻ ആൽഫയാണ്. ഇപ്പം ഈ ബീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുന്ന പോലെ നമുക്കിവിടെ ബീറ്റയുടെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം. 66, 65, 70 ഇങ്ങനെ കൂട്ടിക്കൊണ്ട് 80, 85 നോക്കിയേ. ഇപ്പോൾ എലിപ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എലിപ്സ് ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ എലിപ്സ്. സർക്കിളിൻ്റെ അടുത്തേക്ക് എത്തി, പക്ഷെ അത് ഇപ്പോഴും എലിപ്സ് ആണ്. ഇപ്പം ഈ 85 ഇത് 90 ആയി കഴിഞ്ഞാൽ ബീറ്റ ഈസ് ഈക്വൽ ടു 90 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സർക്കിളാണ്. ഇപ്പോൾ ഇവിടെ ആൽഫ ലെസ് ദാൻ 90യും ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുന്ന സമയത്ത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുന്ന സമയത്ത് നമുക്ക് സർക്കിൾ കിട്ടും. ഇനി ഞാൻ ബീറ്റയുടെ വാല്യൂ മാറ്റിയിട്ട് 70 ആക്കി. ആൽഫ 70 ബീറ്റ 70. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പാരബോള ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന സമയത്ത് ആൽഫ ഈക്വൽ ടു ബീറ്റ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പാരബോള. 65 ആൽഫ is 65 ബീറ്റ ഈക്വൽ ടു 65. ആൽഫ ഈക്വൽ ടു ബീറ്റ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പാരബോളയാണ്. ആൽഫ ലെസ് ദാൻ ബീറ്റ ആയി കഴിഞ്ഞാൽ ആൽഫ ഇവിടെ 60 ആണ് എടുത്തിരിക്കുന്നത്. ആൽഫ ഈക്വൽ ടു 50 ഡിഗ്രി ബീറ്റ ഈക്വൽ ടു 65 ഡിഗ്രി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, വളരെ ചെറുതായിട്ടായിരിക്കുന്നത് ഇത്. ആൽഫ ഈക്വൽ ടു 50 ഡിഗ്രി ബീറ്റ ഈക്വൽ ടു 65 ഡിഗ്രി. ആൽഫ ലെസ് ദാൻ ബീറ്റ എന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എലിപ്സ് ആണ്. ഇനി ബീറ്റ ലെസ് ദാൻ ആൽഫ ആയി കഴിഞ്ഞാൽ ബീറ്റ 20 ഡിഗ്രി ആണ്, ആൽഫ 50 ഡിഗ്രി ആണ്. ബീറ്റ ഇസ് ലെസ് ദാൻ ആൽഫ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കേർവ് ഹൈപ്പർബോളയാണ്. അതായത് ഈ കോണിനെ നമ്മൾ പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവ്സ് ആണ് കോണിക് സെക്ഷൻസ്. ഇവിടെ രണ്ട് കോൺസ് ഉണ്ട്, ഡബിൾ നാപ്ഡ് കോൺസ് ആണ്. ആദ്യത്തെ 3 കേർവ്സ് സർക്കിൾ, പാരബോള, എലിപ്സ്, അത് മൂന്നും ഈ മുകളിലത്തെ ഒരു കോൺ മതി നമുക്ക്. പക്ഷെ ഹൈപ്പർബോള കിട്ടണമെങ്കിൽ മുകളിലും താഴെയും 2 കോൺസ് നമുക്ക് ആവശ്യമുണ്ട്. 2 കോണിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈപ്പർബോള കിട്ടുന്നത്. ഈ പ്ലെയിൻ മുകളിലും താഴെയും 2 സൈഡിലും കട്ട് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ഹൈപ്പർബോള കിട്ടുന്നത്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ equidistant from center. Set of all points in a plane that are equidistant from a fixed point in the plane. This fixed point is called center. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളൊരു പോയിന്റ് എടുക്കണം, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സുകളുടെ സെറ്റ്, ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സുകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സർക്കിൾ. അതായത് നമ്മളൊരു ഫിക്സഡ് പോയിന്റ് എടുക്കും, ഈ ഫിക്സഡ് പോയിന്റിന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സിനെയും ചേർത്താൽ ഈ എല്ലാ പോയിന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് സെന്റർ. ഫിക്സഡ് പോയിന്റ് ഇസ് നോൺ ആസ് സെന്റർ. ഇനി ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും സർക്കിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. സിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, സർക്കിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ആണ് പി. സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് റേഡിയസ്. ഓക്കെ, സെന്റർ ഇസ് യൂഷ്വലി ടേക്കൺ ആസ് സി, റേഡിയസ് ഇസ് ആർ. ഇപ്പൊ ഞാൻ ഇവിടെ 2 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ മുകളിലിരിക്കുന്ന 2 പോയിന്റ്സ് ഉണ്ട്, എ ആൻഡ് ബി. അപ്പൊ നമുക്കറിയാം സി എ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുപോലെ സി ബി എന്ന് പറയുന്നതും ആ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. ഓക്കെ, സിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. സി എ ഇസ് ഈക്വൽ ടു സി ബി. A circle is the set of all points in a plane
that are equidistant from a fixed point in the plane. Definition എഴുതി വെച്ചേക്കണേ. The fixed point is the center of the circle. Fixed point is called center of the circle, and the distance from the center to a point on the circle is called radius of the circle. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ CH K. പിന്നെ സർക്കിളിന്റെ മുകളിലിരിക്കുന്ന ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ജനറലായ ഒരു പോയിന്റ്, ഏതോ ഒരു പോയിന്റ് XY എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് R ആണ്. സർക്കിളിന്റെ റേഡിയസ് R ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് CP എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഞാൻ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കും. പിന്നെ ആ ഡിസ്റ്റൻസ് നമുക്കറിയാം R ആണ്. CP ഈസ് ഈക്വൽ ടു R. സിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇനി ഞാൻ ഈ CPനെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കും. ഹൗ ടു ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points x1 y1 and x2 y2. Distance between 2 points is root of x2 minus x1 whole square plus y2 minus y1 whole square. ഡിസ്റ്റൻസ് ഫോർമുല അത് വെച്ചിട്ട് CP ഈ ഡിസ്റ്റൻസ് CP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് x minus h whole square. x2 y2 എന്ന് പറയുന്നത് xy ആണ്. ഫസ്റ്റ് പോയിന്റ് HK ആണ്. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറയുന്നത് x മൈനസ് h ആണ്. x minus h whole square plus y minus k whole square. റൂട്ട് ഉണ്ട്. റൂട്ട് ഓഫ് x minus h whole square plus y minus k whole square equal to r. So squaring both sides we get x minus h whole square plus y minus k whole square equal to r square. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇവിടെ റൂട്ട് പോകും. ഇവിടെ r ഉള്ളത് r സ്ക്വയർ ആയിട്ട് മാറും. x minus h whole square plus y minus k whole square equal to r square. This is equation of circle with center HK and radius r. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സെന്റർ HK റേഡിയസ് R ആയ സർക്കിളിന്റെ ഇക്വേഷൻ x minus h whole square plus y minus k whole square equal to r square. x minus h whole square plus y minus k whole square equal to r square. Equation of circle with the center HK and radius r is x minus h whole square plus y minus k whole square equal to r square. ഇപ്പൊ തന്നെ പഠിച്ചോളണേ. Equation of circle with the center HK and radius r is x minus h whole square plus y minus k whole square equal to r square. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയ പ്രോബ്ലംസ് നമുക്കിപ്പോൾ ചെയ്യാം. First one, find an equation of the circle with the center 0, 0 and radius r. Now, equation of circle is x minus h whole square plus y minus k whole square equal to y minus k whole square equal to r square. ഇവിടെ HK എന്ന് പറയുന്നത് സെന്റർ എന്ന് പറയുന്നത് 0, 0 ആണ്. തന്നിരിക്കുന്ന സെന്റർ 0, 0, റേഡിയസ് r തന്നെയാണ്. അപ്പോൾ ഈ h ഉള്ള സ്ഥലത്തും k ഉള്ള സ്ഥലത്തും നമ്മൾ 0 കൊടുക്കണം. x minus 0 whole square plus y minus 0 whole square equal to r square. That is x square plus y square equal to r square. അതായത് സെന്റർ ഒറിജിൻ ആയ സെന്റർ 0, 0 ആയ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ x square plus y square equal to r square ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. x square plus y square equal to 49. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ ഈ സർക്കിളിന്റെ സെന്റർ എന്താ പറഞ്ഞു നോക്കട്ടെ. x square plus y square equal to 49. What is center of this circle? 0, 0. Center 0, 0. സെന്റർ 0, 0 ആകുമ്പോഴാണ് x square plus y square എന്ന് കിട്ടുന്നത്. Center is 0, 0 and what is radius? x square plus y square equal to r square ആണ്. r square 49. അപ്പോൾ r എന്താ? 7. Radius is 7. Okay. x square plus y square equal to 100. What is center? 0, 0. Center 0, 0. Radius 10. Radius 10. Now second one. എല്ലാവരും ആൻസർ ചെയ്യാൻ തുടങ്ങിക്കോളൂ. Find the equation of the circle with the center minus 3, 2 and radius 4. Center HK equal to minus 3, 2.
റേഡിയസ് ആർ ഈക്വൽ ടു 4. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, സെന്ററും റേഡിയസും. സെന്ററും റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. എച്ച് ഉള്ള സ്ഥലത്ത് -3 കൊടുക്കണം, കെ ഉള്ള സ്ഥലത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ y minus 2 whole square, r is equal to 4. So 4 square. അപ്പോൾ ഇവിടെ x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. x പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ 16. ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൻസർ ആയി. എന്നാലും നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് വെക്കണം. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമുലാണ് ഇരിക്കുന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. So x square, x into 3 into 2, that is 6x plus b square, that is 3 square, 9. Now y minus 2 whole square is y square minus 4y plus 4 equal to 16. That is x square plus y square. x square ഏത് ശേഷം y square എഴുതണം. പിന്നെ x വരുന്ന ടേം എഴുതണം 6x. പിന്നെ y ഇരിക്കുന്ന ടേം എഴുതണം. പിന്നെ എല്ലാ കോൺസ്റ്റൻസും അവസാനം എഴുതണം. 9 പ്ലസ് 4. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന 16നെ LHSലേക്ക് കൊണ്ടുവരണം. -16 ആയിട്ട് മാറും. RHSിലിരിക്കുന്ന 16 LHSിലേക്ക് പോകുമ്പോൾ -16 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x മൈനസ് 4y. 9 പ്ലസ് 4 ഇസ് 13. 13 മൈനസ് 16 ഇസ് -3. 13 മൈനസ് 16 ഇസ് -3 ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം എക്സ് സ്ക്വയർ ടേം, പിന്നെ വൈ സ്ക്വയർ, എക്സ് ടേം, വൈ ടേം, ലാസ്റ്റ് കോൺസ്റ്റന്റ് അതുപോലെ എഴുതണം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റർ -3 2 ആണ്, റേഡിയസ് 4 ആണ്. സെന്റർ എച്ച് കെ ഇസ് -3 2, റേഡിയസ് ആർ ഈക്വൽ ടു 4. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ എച്ച് ഉള്ള സ്ഥലത്ത് -3 കൊടുക്കണം, കെ ഉള്ള സ്ഥലത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ ഇസ് 4, സോ 4 സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ, അത് 16 ആയിട്ട് വരും. ഇനി നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ ഇരിക്കുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമിലാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് അപ്ലൈ ചെയ്യണം. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3. 2 ഇൻറ്റു 3 ഇസ് 6, സോ 6x. അവസാനത്തെ ടേം ബി സ്ക്വയർ, 3 സ്ക്വയർ ഇസ് 9. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 16. ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം എക്സ് സ്ക്വയർ ടേം എഴുതണം, പിന്നെ വൈ സ്ക്വയർ എഴുതണം, എക്സ് വരുന്ന ടേം എഴുതണം, വൈ വരുന്ന ടേം എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x മൈനസ് 4y. പിന്നെ ഈ കോൺസ്റ്റൻസിനൊക്കെ ലാസ്റ്റ് എഴുതണം. ഇവിടെ 9 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന 16നെ ഇപ്പുറത്തേക്ക് എടുക്കണം. -16 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x മൈനസ് 4y. 9 പ്ലസ് 4 ഇസ് 13. 13 മൈനസ് 16 ഇസ് -3. So x square plus y square plus 6x minus 4y minus 3 equal to 0. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. Now exercise 11.1 first problem. In each of the following find equation of circle. അതായത് സെന്ററും റേഡിയസും തന്നിട്ടുണ്ട്. നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ചോദ്യം എഴുതിയെടുത്തോളൂ. ഫസ്റ്റ് വൺ, സെന്റർ 0 2, റേഡിയസ് 2. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചേ. Equation of circle is x minus h whole square plus y minus k whole square equal to r square. So, ഇവിടെ hk, center is 0 2, radius r is 2. So, x minus 0 whole square plus y minus 2 whole square equal to 2 square. X minus 0 is x, so x square plus y minus 2 whole square, a minus b whole square is a square minus 2ab plus b square. Y minus 2 whole square is y square minus 2 into y into 2. 2 into 2 is 4. 4y plus 2 square. 2 square is 4.
ഈക്വൽ ടു ഇവിടെ 2 സ്ക്വയർ ആണ്, അത് 4 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ 4നെ ഇപ്പുറത്തേക്ക് എടുക്കണം, LHSലേക്ക് കൊണ്ടുവരണം. -4 ഈക്വൽ ടു 0. സോ ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y. 4 മൈനസ് 4 0. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പുറത്ത് ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 0. Now second one, center -2 3 and radius 4. HK, center HK equal to -2 3, radius r equal to 4. Equation of circle is x minus h whole square plus y minus k whole square equal to r square. ഇപ്പോൾ h ഉള്ള സ്ഥലത്ത് -2 കൊടുക്കണം, k ഉള്ള സ്ഥലത്ത് 3 കൊടുക്കണം, r-ന് പകരം 4 എഴുതണം. x minus -2 whole square plus y minus 3 whole square equal to r is 4, so 4 square. Now x minus -2, that is x plus 2 whole square plus y minus 3 whole square equal to 4 square, 16. Now this is a plus b whole square, a square plus 2ab plus b square, that is x square plus 4x plus 4 plus y minus 3 whole square is y square minus 6y plus 9 equal to 16. That is x square plus y square plus 4x minus 6y. പിന്നെ കോൺസ്റ്റൻസ് 4 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. ഈ 16നെ LHSലേക്ക് കൊണ്ടുപോകണം. -16 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x minus 6y. 4 plus 9, 13. 13 minus 16 is -3 equal to 0. Now third one, center 1/2 1/4 and radius 1/12. Center HK equal to 1/2 1/4. Radius r equal to 1/12. Equation of circle is x minus h whole square plus y minus k whole square equal to r square. That is x minus h is 1/2. X minus 1/2 whole square. Y minus 1/4 whole square equal to 1/12 whole square. Now this is of the form a minus b whole square. That is a square minus 2ab plus b square. X square minus 2 into x into 1/2 plus 1/2 whole square. A square minus 2ab plus b square. അതുപോലെ എഴുതിയിരിക്കുന്നത്. ഇവിടെ a minus b whole square. ആദ്യത്തെ ടേം a square. ഇവിടെ y square വരും. minus 2 into y into 1/4 plus 1/4 whole square. 1/12 square. 1 square is 1. 12 square is 144. ഇനി ഇത് എക്സ് സ്ക്വയർ വരും. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോകും. ഒന്ന് ന്യൂമറേറ്ററിലും മറ്റേത് ഡിനോമിനേറ്ററിലാണ്. 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് എന്ന് വരും. പിന്നെ നമ്മൾ വൈ സ്ക്വയർ എഴുതാം. വൈ സ്ക്വയർ ഇപ്പുറത്ത് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. ഇപ്പോൾ ഇവിടെ വൈ സ്ക്വയർ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഇവിടുത്തെ ഈ 2ഉം ഈ ഇവിടെ 2y ഇവിടെ 2y ഇൻറ്റു 1/4 ഉണ്ട്. ഈ 2 ഇവിടുന്ന് 4 ഒന്ന് 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അവിടെ ഒരു 1/2 എന്ന് വരും. പിന്നെ ഒരു y ഉണ്ട്. ഇവിടെ ന്യൂമറേറ്ററിൽ 2ഉം ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/2 എന്ന് വരും. പിന്നെ അവിടെ ഒരു y ഉണ്ട്. അതുകൊണ്ട് 1/2y എന്ന് വരും. ഇനി നമ്മൾ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം എഴുതണം. ഇവിടെ ഒരു 1/2 ഹോൾ സ്ക്വയർ ഉണ്ട്. അത് 1/4 ആണ്. പിന്നെ ഇവിടെ ഒരു 1/4 ഹോൾ സ്ക്വയർ ഉണ്ട്. അത് 1/16 ആണ്. 1/4 ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ ഇസ് 1. 4 സ്ക്വയർ ഇസ് 16. ഇനി ഇപ്പുറത്തിരിക്കുന്ന ഈ 1/144 അത് ഇങ്ങോട്ടേക്ക് എടുക്കുക. 1/144 അത് മൈനസ് ആയിട്ട് ഇപ്പുറത്തേക്ക് വരും. -1/144. -1/144. ഓക്കെ, ഇനി നമുക്ക് എക്സ് സ്ക്വയർ ടേം എഴുതാം, വൈ സ്ക്വയർ ടേം എഴുതാം. മൈനസ് എക്സ് വരും. പിന്നെ -y/2 വരും. 1/2 ഇൻറ്റു y is y/2. പിന്നെ ആ കോൺസ്റ്റന്റ് ടേംസിനെല്ലാം ഓക്കെ ഇവിടെ 4 ഉണ്ട്, 16 ഉണ്ട്, 144 ഉണ്ട്. ഡിനോമിനേറ്ററിലും വേറെ വേറെയാണ്. അപ്പോൾ നമ്മൾ 144 ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം. അപ്പോൾ 4നെ 144 ആക്കണമെങ്കിൽ നമ്മൾ 4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നോക്കാം നമുക്കിപ്പോൾ.
4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 × 3 12 24 4 × 6 ആണ് 24 വരുന്നത്. അപ്പോൾ നമ്മൾ 36 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1/4നെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 4 അത് 144 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ 16 ആണുള്ളത്. 16 ഇവിടെ 144 ആക്കണമെങ്കിൽ 144നെ എന്തുകൊണ്ട് 16 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 144 കിട്ടും നമുക്ക് നോക്കാം. 6 ഇവിടെ 4 വരണമെങ്കിൽ 9 ആണ്. 9 × 6 is 54. 5 9 × 1 9 144. അപ്പോൾ 16 × 9 ആണ് 144. ഡിനോമിനേറ്റർ 16 ഉണ്ട്. ഡിനോമിനേറ്റർ 144 ആക്കണമെങ്കിൽ ഈ സെക്കൻഡ് ടേമിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ഇവിടെ 144 ഉണ്ട്, -1 അതുപോലെ വരും. ചെയ്തു വന്നത് ഡിനോമിനേറ്റർ 4 16 144 ഉണ്ടായിരുന്നു. ഡിനോമിനേറ്റർ 144 ആക്കി മാറ്റി. ഇപ്പോൾ 1/4 ഈ ടേമിനെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/16 എന്ന് പറഞ്ഞ ടേമിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ 36 + 9 പിന്നെ ഈ -1 വന്നത്. സോ വി ഹാവ് x² + y² - x - y/2. ഇപ്പോൾ ഇവിടെ 36 9 - 1 is 8. 36 + 8 വരും, 44 വരും. 44 divided by 144 equal to 0. That is x² + y² - x - y/2. ഇതിൽ 4 പോകും. 4 × 11 ആണ് 44. 4 × 11 is 44. നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. 4 × 3 12 വരും, പിന്നെ 24 ആണ് 6 വരും, ഈക്വൽ ടു 0. ന്യൂമറേറ്ററൊന്നും ഡിനോമിനേറ്ററൊന്നും 4 ക്യാൻസൽ ചെയ്യണം. 11/36 എന്ന് കിട്ടും. ഓക്കെ, 11/36. ഇനി നമുക്കിവിടെ ഡിനോമിനേറ്ററിലിരിക്കുന്ന 36 പോകണമെങ്കിൽ എല്ലാ ടേംസിനെയും 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ഓൾ ടേംസ് ബൈ 36. So we get 36x² plus 36y² minus 36x. എല്ലാ ടേമിനെയും 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 36x² plus 36y² minus 36x വരും. ഇവിടെ 36/2 ഉണ്ട്, അതുകൊണ്ട് അവിടെ 18 വരും. 36/2 is 18. 18y plus 11 equal to 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. നമ്മൾ ചെയ്തത് ഈ ഡിനോമിനേറ്റർ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ടേംസിനെയും 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 4 1 ആൻഡ് റേഡിയസ് √2. Equation of circle with the center HK and radius R is x minus h whole square plus y minus k whole square equal to R square. Here HK, center is 4 1 and radius R is equal to √2. So equation is x minus 4 whole square, h is equal to 4. Y minus k, that is y minus 1 whole square, R is √2. R is equal to √2. So √2 whole square. So x minus 4 whole square plus y minus 1 whole square equal to √2 square is 2. Now x minus 4 whole square is x square minus 8x plus 16. Y minus 1 whole square is y square minus 2y plus 1 equal to 2. That is x square plus y square minus 8x minus 2y plus 16 plus 1 minus 2 equal to 0. That is x square plus y square minus 8x minus 2y. 16 plus 1 is 17. 17 minus 2 is 15 equal to 0. So this is the equation of circle with the center 4 1 and radius √2. Now next one, find equation of circle with the center minus a minus b and radius √a² minus b². Now given center HK equal to minus a minus b and radius r equal to √a² minus b². Now equation of circle is x minus h whole square plus y minus k whole square equal to r square. That is x minus h is equal to minus a. So x minus a whole square plus y minus k. K is minus b. So y minus b whole square
equal to r square. R is equal to root of a square minus b square. So r square is root of a square minus b square whole square. അടുത്ത സ്റ്റെപ്പ് എഴുതിയേ എല്ലാവരും. That is x minus into minus is plus. X plus a whole square plus y plus b whole square equal to root in the square ആണ്. അന്നേരം നമുക്ക് a square minus b square എന്ന് കിട്ടും. Now x plus a whole square is x square plus 2ax plus a square. Y plus b whole square is y square plus 2by plus b square. ഇനി ഇവിടെ ഇരിക്കുന്ന a സ്ക്വയറിനെയും മൈനസ് ബി സ്ക്വയറിനെയും LHSലേക്ക് എടുക്കണം. മൈനസ് എ സ്ക്വയർ, എ സ്ക്വയറിലത് മൈനസ് എ സ്ക്വയർ ആകും. മൈനസ് ബി സ്ക്വയറിലത് പ്ലസ് ബി സ്ക്വയർ ആയിട്ട് മാറും. പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. സോ ദിസ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2ax പ്ലസ് 2by. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് 2b square equal to 0. This is equation of circle with the center minus a minus b and radius root of a square minus b square. അടുത്തത് ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ഗിവൺ സർക്കിൾ. ഓക്കെ, തൊട്ട് മുന്നേ വരെ എന്തായിരുന്നു, സെന്ററും റേഡിയസും തന്നിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതായിരുന്നു. ഇനി നേരെ തിരിച്ച് റിവേഴ്സ് ആണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. റിവേഴ്സ് പ്രോസസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ തന്നു, സർക്കിളിന്റെ ഇക്വേഷൻ തന്നു, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്. നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷന് പോലെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ്. അതിനെ എക്സ് മൈനസ് മൈനസ് 5 ഹോൾ സ്ക്വയർ ഇതുപോലെ എഴുതണം. എക്സ് മൈനസ് എച്ച് എഴുതുന്ന പോലെ മൈനസ് വരണം നടുക്ക്. എക്സ് മൈനസ് 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 ചേർന്നിട്ടാണ് ഇവിടെ പ്ലസ് വന്നേ. എക്സ് മൈനസ് മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് കുഴപ്പമൊന്നുമില്ല, അത് അതുപോലെ വെച്ചാൽ മതി. വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 ആണ്. 36 ഏതിന്റെ സ്ക്വയറാ? 36 6 സ്ക്വയർ. അപ്പൊ 6 സ്ക്വയർ, 36നെ 6 സ്ക്വയർ ആയിട്ട് എഴുതണം. ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തി. ഇനി ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് എച്ചിന്റെ വാല്യൂ എച്ച് ഇസ് -5, കെ ഇസ് 3, ആർ ഇസ് 6. ഓക്കെ, എക്സ് മൈനസ് എച്ച് ഇതാണ് നമ്മുടെ എച്ച് -5. വൈ മൈനസ് കെ ഇസ് ഈക്വൽ ടു 3. വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ, കെ ഇസ് 3. ആർ സ്ക്വയർ ആണ് ഇപ്പുറം. അപ്പൊ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു 6. സോ center equal to -5, 3 and radius r equal to 6. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. തന്ന ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. Now second one, x square plus y square minus 4x minus 8y minus 45 equal to 0. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്നും ഇല്ല അല്ലേ, സ്റ്റാൻഡേർഡ് ഫോമിന്റെ അടുത്ത് കൂടെ പോയിട്ടില്ല ഇത്. അപ്പം നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യേണ്ട മെത്തേഡ് ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക. വളരെ ഈസിയാണ്. എക്സ് സ്ക്വയറിന്റെ കൂടെ എക്സ് വരുന്ന ടേം എടുക്കണം. എക്സ് സ്ക്വയർ മൈനസ് 4x. വൈ സ്ക്വയറിന്റെ കൂടെ വൈ വരുന്ന ടേം -8y എടുക്കണം. ആ കോൺസ്റ്റന്റിനെ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് വെക്കണം. ഓക്കെ, കോൺസ്റ്റന്റിനെ -45 ആണ്. RHSലേക്ക് പോകുമ്പോൾ 45 ആയിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണേ. എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കാം. എക്സിന്റെ കോയിഫിഷ്യന്റ് 4 ആണ്. 4ന്റെ ഹാഫ് എടുക്കണം. 4ന്റെ പകുതി എടുക്കണം. ഓക്കെ, 1/2 × 4 അത് 2 ആണ്. എന്നിട്ട് ചെയ്യേണ്ടത് ആ 2ന്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യണം. 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്യണം. ഒന്നും കൂടി പറയാം, അടുത്ത ഇതിന്റെ പറയാം. വൈ സ്ക്വയർ -8y ഉണ്ട്. വൈയുടെ കോയിഫിഷ്യന്റ് 8 ആണ്. അതിന്റെ ഹാഫ് എടുക്കണം. വൈയുടെ കോയിഫിഷ്യന്റ് ഹാഫ് എടുക്കണം. അത് 4 ആണ്. ഇവിടെ 4 സ്ക്വയർ ആഡ് ചെയ്യും, 4 സ്ക്വയർ മൈനസ് ചെയ്യും ചെയ്യണം. ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഇക്വേഷൻ തെറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടേം ആഡ് ചെയ്താൽ അത് മൈനസ് ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് നേരത്തെ ഉള്ള ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ചെയ്യാൻ കാരണമുണ്ട്. കാരണം ഇതാണ്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആദ്യത്തെ ടേം a സ്ക്വയർ ആണ്. രണ്ടാമത്തെ ടേമിൽ എയുടെ കൂടെ വരുന്നത് 2b ആണ്. എ അല്ലാത്ത ബാക്കി ടേം എന്ന് പറയുന്നത്
2b ആണ്. അപ്പൊ എയുടെ കോയിഫിഷ്യന്റ് 2b എടുത്തിട്ട് അതിന്റെ പകുതി കാണുമ്പോൾ നമുക്ക് b കിട്ടും. ഈ എയുടെ കോയിഫിഷ്യന്റ് 2b എടുത്തിട്ട് അതിന്റെ പകുതി കാണുന്ന സമയത്ത് നമുക്ക് b കിട്ടും. ആ ബിയുടെ സ്ക്വയർ ആണ് മൂന്നാമത്തെ ടേം ആയിട്ട് വരുന്നേ. 8ന്റെ ഹാഫ് 4 ആണ്, 4ന്റെ സ്ക്വയർ ആണ് മൂന്നാമത്തെ ടേം ആയിട്ട് വരുന്നേ. ഇവിടെ ഇരിക്കുന്ന 4ന്റെ ഹാഫ് 2 ആണ്, 2ന്റെ സ്ക്വയർ മൂന്നാമതായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ടേംസിനെ a+b² ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ഒന്നും കൂടി പറയാം. ഇപ്പൊ നമുക്ക് x - a ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ x² - 2ax + a² ആണ്. x² - 2ax + a² ആണ്. ഇപ്പൊ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 2a ഉണ്ട്. ആ മൈനസ് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, 2a മാത്രം എടുത്താൽ മതി. ആ കോൺസ്റ്റന്റ് പോസിറ്റീവ് ടേം മാത്രം എടുത്താൽ മതി. 2a എടുത്തിട്ട് അതിന്റെ ഹാഫ് കാണുമ്പോൾ a കിട്ടും. അതിന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് x - a ഹോൾ സ്ക്വയർ ആ ഫോമിൽ എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ മെത്തേഡ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഹാഫ് മനസ്സിൽ കണ്ടാൽ മതി, സൈഡിൽ എഴുതണമെന്നൊന്നുമില്ല. എക്സിന്റെ കോയിഫിഷ്യന്റ് 4, 4ന്റെ ഹാഫ് 2, 2² ചെയ്യണം, -2² ചെയ്യണം. വൈയുടെ കോയിഫിഷ്യന്റ് 8, 8ന്റെ ഹാഫ് 4, 4² - 4² ചെയ്യണം. ഈ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. വൈയുടെ കോയിഫിഷ്യന്റ് -8 ആണ്, മൈനസ് എടുക്കേണ്ട, പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. മൈനസ് എടുത്താലും ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ 3 ടേംസിനെ ഒന്നിച്ചെടുക്കണം. This is of the form a² - 2ab + b² which is equal to x - 2 whole square. x - 2 whole square. ഈ രണ്ടാമത്തെ ടേം മൈനസ് ആയാലും ഇവിടെ x മൈനസ് വരും, x - 2 whole square വരും. ഇനി ഈ 3 ടേംസ് ഒന്നിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നത് y - 4 whole square. y - 4 whole square ആയില്ല. നമ്മളിവിടെ ഒരു എക്സ്ട്രാ ടേം, അണ്ടർലൈൻ വരാത്തൊരു ടേം ഉണ്ട്. അത് ഈ -2² എന്ന് വെച്ചാൽ -4 ആണ്. ഇവിടെ ഒരു -4² ഉണ്ട്, അതായത് -16 ആണ്. ഈക്വൽ ടു 45. അപ്പുറത്തിരിക്കുന്നത് അതുപോലെ എഴുതാം. സോ ദിസ് ഇസ് x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 4 ഹോൾ സ്ക്വയർ. ഇവിടെ -4 -16 അത് -20 ആണ്. ആ -20നെ RHSലേക്ക് കൊണ്ടുപോകണം. -20 അപ്പുറത്തേക്ക് പോകുമ്പോൾ +20 ആയിട്ട് മാറും. സോ വി ഗെറ്റ് x - 2 ഹോൾ സ്ക്വയർ plus y - 4 whole square equal to 45 plus 20 is 65. Now this 65 we can write it as √65 whole square. വെറുതെ ഒരു 65 ആണ് ഉള്ളത്, അതിനെ നമ്മൾ അങ്ങനെ എഴുതി √65 whole square എന്ന് എഴുതി. എന്തിനാ അങ്ങനെ എഴുതുന്നേ? ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. x - h whole square plus y - k whole square equal to r². അപ്പുറത്ത് r² ആ ഫോമിൽ വരണം, ഒരു സ്ക്വയർ വേണം നമുക്ക്. r² ആ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. നമ്മളിപ്പോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന ഇക്വേഷനും സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ hന്റെ വാല്യൂ 2 എന്ന് നമുക്ക് കിട്ടും. kയുടെ വാല്യൂ എന്താ? 4 ആണ്. rന്റെ വാല്യൂ √65 ആണ്. r is equal to √65. So center equal to 2, 4, radius equal to √65. ഇങ്ങനെയാണ് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുന്നത്. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ചെയ്യേണ്ടത് x² കൂടെ x വരുന്ന ടേം എടുക്കണം, y² കൂടെ y ഇരിക്കുന്ന ടേം എടുക്കണം, പിന്നെ ആ കോൺസ്റ്റന്റിനെ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് വെക്കണം. ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടണം. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഇനി നോക്കിയേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കോയിഫിഷ്യന്റ് 8 എടുക്കുക, x² - 8x അതുപോലെ എഴുതണം. എക്സിന്റെ കോയിഫിഷ്യന്റ് 8, അതിന്റെ ഹാഫ് 4, 4² ആഡ് ചെയ്യണം, -4² ചെയ്യണം. ഇനി y² പ്ലസ് 10y ഉണ്ട്. വൈയുടെ കോയിഫിഷ്യന്റ് 10, അതിന്റെ ഹാഫ് 5,
5 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ചെയ്യണം ഈക്വൽ ടു 12. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ടേം ആഡ് ചെയ്തു, അതേ ടേം മൈനസ് ചെയ്തു, അപ്പോൾ ഒരു എഫക്റ്റ് ഇല്ല അവിടെ. ഓക്കെ, ഇവിടെ 4 സ്ക്വയർ ആഡ് ചെയ്തു, മൈനസ് 4 സ്ക്വയർ ചെയ്തു, അത് 0 ആയിട്ട് പോകും. തൊട്ട് മുന്നത്തെ ഇക്വേഷൻ തന്നെയാണ് താഴെയും ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഈ 3 ടേംസ് കമ്പൈൻ ചെയ്യുക. അത് ഇരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ ഈ ഫോമിലാണ് ഇരിക്കുന്നത്. അത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഈ ആദ്യത്തെ 3 ടേംസ് കമ്പൈൻ ചെയ്തിട്ട് അതിനെ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഇതുപോലെ എഴുതണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ 3 ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, വൈയുടെ കോയിഫിഷ്യന്റ് പ്ലസ് ആണ്. അതിരിക്കുന്നത് വൈ സ്ക്വയർ പ്ലസ് ആണ്. 2by പ്ലസ് ബി സ്ക്വയർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ പ്ലസ് വന്നാൽ അവിടെ വരുന്നത് വൈ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. വൈ പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് വരുമ്പോൾ വൈ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഈ 3 ടേംസ് കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ്. വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ. പിന്നെ അപ്പുറത്ത് 12 ഉണ്ട്. ഈ മൈനസ് 4 സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് 4 സ്ക്വയർ 16. മൈനസ് 5 സ്ക്വയർ RHSലേക്ക് കൊണ്ടുപോകണം. മൈനസിൽ അത് പ്ലസ് ആകും. 5 സ്ക്വയർ 25 ആയിട്ട് വരും. ഓക്കെ, ഈ 2 ടേംസിനെ, 2 നെഗറ്റീവ് ടേംസിനെ RHSലേക്ക് കൊണ്ടുപോയി അത് പോസിറ്റീവായിട്ട് മാറി. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ. വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ ഇങ്ങനെ എഴുതണം. പ്ലസ് ഉള്ളത് മൈനസ് ഇൻറ്റു മൈനസ് ഇതുപോലെ എഴുതണം. ഇനി ഇവിടെ ഒരു എന്താണ് 12 ഉണ്ട്, 16 ഇൻറ്റു 25 ഉണ്ട്. ഇത് 3 ആഡ് ചെയ്യാം. 11 പ്ലസ് 2 is 13. ദെൻ 1 2 3 4 5 53 അല്ലേ? 53. Now this 53 we can write it as root 53 whole square. Root 53 whole square. Now this is of the form x minus h whole square plus y minus k whole square equal to r square. So center. What is center? Parnolu. What is center? HK. X minus 4. So h is 4. H is 4. K is minus 5. 4 minus 5. ഇവിടെ 4 ആണിരിക്കുന്നത്, ഇവിടെ minus 5 ആണിരിക്കുന്നത്. So center is 4 minus 5. Radius r is root 53. ഈ സർക്കിളിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സർക്കിളിന്റെ ഇക്വേഷൻ അറിയണം. സെന്റർ റേഡിയസ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം. അതുപോലെ സർക്കിളിന്റെ ഇക്വേഷൻ തന്നാൽ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാൻ അറിയണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ.